മോളെ ശ്രീലക്ഷ്മി, മോള് ചേട്ടൻ പറയുന്നു ഒന്ന് കേക്ക്. നീ ഇങ്ങനെ വിഷമിച്ചിരുന്ന ഞങ്ങൾക്ക് എങ്ങനെയാ സമാധാനം ഉണ്ടാവുന്നത്? ശ്രീ, എത്ര നേരായി ഞങ്ങള് നിന്നോട് ഓരോന്ന് ചോദിക്കുന്നു, നീ എന്താ മറുപടി ഒന്നും പറയാത്തെ? ശ്രീലക്ഷ്മി, എന്തെങ്കിലും ഒന്ന് പറയേ. ഞാനെന്ത് പറയാനടി? നിങ്ങൾ എത്ര പേര് മാറി മാറി സംസാരിച്ചിട്ടും അവളെന്തെങ്കിലും മറുപടി പറഞ്ഞ? ആ ചെറുക്കന്റെ കല്യാണം നടക്കുന്നവരെ ഞാൻ ഇവൾക്ക് അവലിരുന്നോളാം. ആ സമയം ഒരുപാടായി, നിങ്ങളെല്ലാരും പോയി കിടക്കാൻ നോക്ക്. എനിക്ക് ഇവിടെ ആരും കാവലിരിക്കണ്ട, എല്ലാരും ഒന്ന് പോയി തരുമോ? കേട്ടോടാ ഇവള് പറയുന്നേ? ഇവളെ എന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ട. വാ, നമുക്ക് പോയി രുക്മിണിയമ്മയോട് സംസാരിക്കാം. അല്ലെങ്കിൽ ഇവളെന്തെങ്കിലും അവിവേകം കാണിക്കും മോനെ. അമ്മേ, അത് വേണ്ട രാധമേ, അതിൽ കാര്യമില്ല. സംസാരിക്കേണ്ടവരോട് ഞാൻ സംസാരിച്ചു നോക്കിയത്, അവര് സമ്മതിക്കില്ല. ആര് പറഞ്ഞാലും കേൾക്കില്ല. എങ്ങനെ കേൾക്കും? എങ്ങനെ സമ്മതിക്കും? നീ ചെയ്തത് അത്രയ്ക്ക് നല്ല കാര്യമാണല്ലോ. നീ ഒറ്റ ഒരുത്തിയല്ലേ എല്ലാം ഈ അവസ്ഥയിൽ എത്തിച്ചത്. നീ പറഞ്ഞ അവരാരും ഒന്നും കേൾക്കില്ലെന്ന് അറിഞ്ഞിട്ടും നീ എന്തിനാ അവരുടെ വീട്ടിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ പോയത്? നല്ലവളാണെന്ന് നീ എന്നെ ബോധിപ്പിക്കാനാണോ, അതോ എന്റെ വീട്ടുകാരെ ബോധിപ്പിക്കാനോ? നീ വെറുതെ പൊട്ടി കളിക്കേണ്ട രീതിക്ക്. നീ മന്ത്രി പ്രതാപവർമ്മയുടെ മകളല്ലേ? നീ ആർക്ക് വേണ്ടിയും ആർക്കും ഒരു നല്ലതും ചെയ്യില്ല. ആരെയൊക്കെ എത്ര വിഷമിപ്പിച്ചാലും ആരും നിന്നെ ഒന്നും പറയില്ല. നീ നോക്കണ്ട, ഇന്ന് നിന്റെ സൈഡ് പറയാനേ ആരും നിൽക്കില്ല. എല്ലാവർക്കും ഞാൻ മരിച്ചു കളയുന്നുള്ള പേടിയാ. അതുകൊണ്ട് എനിക്ക് എന്തും പറയാം. ആരൊക്കെ ആശ്വാസ വാക്കുകൾ പറഞ്ഞാലും കാവലിരുന്നാലും ശ്രീലക്ഷ്മി മനസ്സിൽ വിചാരിക്കുന്നതേ നടക്കും. ശ്രീലക്ഷ്മി, പ്ലീസ്, നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താം. നീ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ. സൊല്യൂഷൻ? എന്ത് സൊല്യൂഷൻ?